നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിഫ്റ്റിയുടെ വീക്ക്ലി അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മന്ത്ലി വ്യൂ ആണ് നിഫ്റ്റിയുടെ നമ്മളിപ്പോൾ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഈ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ക്യാൻഡിൽ ഇത് ഒക്ടോബർ മാസത്തെ നിഫ്റ്റിയുടെ മന്ത്ലി ക്യാൻഡിലാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫോം ചെയ്ത് കഴിഞ്ഞിട്ടില്ല. എങ്കിലും നമുക്ക് ഈ ഒരു ക്യാൻഡിൽ നമുക്കൊരു ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഒരു നല്ലൊരു അപ്സൈഡ് മൊമെൻറ്റം നമുക്ക് കിട്ടിയിരുന്നു. അതിനുശേഷം ഒരു കറക്ഷൻ ഉണ്ടായി. അതിനുശേഷം ഈ ഒരു റീജിയനിൽ നിന്ന് ഒരു സപ്പോർട്ട് എടുത്ത് ഒരു അപ്സൈഡ് മൊമെൻറ്റം തരുന്നതായിട്ട് നമുക്ക് ചാർട്ടിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഈ ഒരു അപ്സൈഡ് മൊമെൻറ്റം ഇവിടം വരെ വന്ന് ഈ ഒരു 18,000 റീജിയൻ നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തേക്കാം. അപ്പം അത് ബ്രേക്ക് ചെയ്ത് നമുക്ക് മന്ത്ലിയിലെ ക്ലോസിംഗ് ഒക്കെ തന്നു കഴിഞ്ഞാൽ ഒരു ലോങ് ടൈമിൽ ഒരു അപ് ട്രെൻഡിന് വീണ്ടും പോസിബിലിറ്റി ഉണ്ട്. അപ്പം അതുപോലെ തന്നെ ഈ ഒരു റീജിയനിൽ ഇങ്ങനെ കൺസോൾട്ടേഷൻ ആയിട്ട് വീണ്ടും ഒരു ബ്രേക്കൗട്ട് തരാനുള്ള പോസിബിലിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേനും ഓരോ ക്യാൻഡിൽസ് ഫോം ചെയ്യുന്നത് അനുസരിച്ച് ആ പാറ്റേൺ കണ്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റും ട്രേഡിങ്ങും ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നല്ല ഡിസിഷൻസ് എടുക്കണമെങ്കിൽ വലിയ വ്യൂസിൽ വലിയ വ്യൂസ്, അതായത് മന്ത്ലി വീക്കിലിയിൽ ക്ലോസിങ് തന്നതിന് ശേഷം നിഫ്റ്റിയുടെ ചാർട്ട് അനാലിസിസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഏതൊരു ഡയറക്ഷനാണ് കൂടുതൽ പോസിബിലിറ്റി എന്ന് നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മന്ത്ലിയിൽ ഒരു ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എക്സാക്റ്റ് ആയിട്ട് നമുക്ക് വീക്കിലിയിലും നമുക്ക് കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ചത്തെ ഒരു നല്ലൊരു ഈ 16,800 നിന്ന് റെസിസ്റ്റൻസ് എടുത്ത് ഒരു നല്ല മുകളിലാണ് ക്ലോസിങ് തന്നത്. അപ്പം അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് തന്നെ നമുക്ക് ഈ വീക്കിലി ക്യാൻഡിലും നമുക്കൊരു അതിൽ മുകളിൽ ട്രേഡ് ചെയ്യുന്നതായിട്ട് കണ്ടു. 17,314 ക്ലോസിങ് തന്നത്. അപ്പോൾ ഈ ലാസ്റ്റ് വീക്കിൽ ഈ ഒരു വീക്കിലി ക്യാൻഡിലും ഒരു ബുള്ളിഷ്നെസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു ക്യാൻഡിലും. അപ്പോൾ ഒരുപക്ഷെ ഈ ഒരു ബുള്ളിഷ്നെസ് ഒരു ഷോർട്ട് പീരീഡിലേക്കായിരിക്കാം. അതിനുശേഷം അവിടെ നിന്ന് ഒരു റിവേഴ്സൽ ഉണ്ടായേക്കാം. അപ്പോൾ എങ്കിലും ഇപ്പോഴത്തെ നിലവിലത്തെ കണ്ടീഷനിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു അപ്സൈഡ് മൊമെൻറ്റം ആണ് കൂടുതലായിട്ടും എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം ഒരുപക്ഷെ ആ ഒരു അപ്സൈഡ് മൊമെൻറ്റം ഈ ഒരു റീജിയനിൽ ഒരു റെസിസ്റ്റൻസ് ആയ റീജിയനാണ് 17,600-650 റീജിയൻ. നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഒരു പ്രീവിയസ് ഡേറ്റാസ് ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഈ റീജിയനിലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് വന്നപ്പോൾ അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ വീണ്ടും അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു നല്ലൊരു ലെവലാണ് 17,600-650 റീജിയൻ. അപ്പോൾ ആ ഒരു റീജിയനിൽ ഒരുപക്ഷെ റെസിസ്റ്റൻസ് എടുത്തേക്കാം. അതല്ല അത് ബ്രേക്ക് ഔട്ടാണ് തരുന്നതെങ്കിൽ, അതിൻ്റെ മുകളിലെ ക്ലോസിങ്ങുകളൊക്കെയാണ് തരുന്നതെങ്കിൽ, പിന്നെ നമുക്ക് നെക്സ്റ്റ് ലെവലായിട്ട് 18,000-18,100 റീജിയനാണ് നമുക്ക് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. അപ്പം ഇനി നമ്മൾ ഒരുപക്ഷെ ഇങ്ങനെ ഒരു മൊമെൻറ്റം തരാം. ഇങ്ങനെ വന്നിട്ട് ഈ ഒരു റീജിയനിൽ നിന്ന് ഇങ്ങനെ ഒരു പാറ്റേണും ഫോം ചെയ്യാം, ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാകാം. അതിനുശേഷം അപ്സൈഡ് മൊമെൻറ്റം ഒരു ബ്രേക്ക് ഔട്ടൊക്കെ തന്ന് ഒരു ലോങ് ടൈമിലേക്ക് ഒരു അപ് ട്രെൻഡിലൊക്കെ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ ചാർട്ടിൽ കണ്ട് മനസ്സിലാക്കണം. അവിടെ റെസിസ്റ്റൻസ് എടുത്തിട്ട് ഈ 17,600-650 ഒരു റെസിസ്റ്റൻസ് എടുത്ത് അവിടെ നിന്നൊരു റിവേഴ്സൽ നെഗറ്റീവ് ക്യാൻഡിലാണ് ഉണ്ടാകുന്നതെങ്കിൽ വീണ്ടും ഇങ്ങനെ ഒരു ചാനലിൻ്റെ ഒരു ഫോർമേഷനും സാധ്യതകൾ ഉണ്ട്. അപ്പം നമ്മൾ ബിയറിഷ് എന്ന് പറയാൻ സാധിക്കുന്നത് ഈ ഒരു റീജിയൻ 16,800 താഴെ ഒരു വീക്കിലിയിൽ ക്ലോസിംഗ് ഒക്കെ തന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ഡൗൺ സൈഡ് മൊമെൻറ്റം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. 16,800 താഴെ ഒരു വീക്കിലിയിൽ ക്ലോസിംഗ് ഒക്കെ തന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ നെക്സ്റ്റ് ലെവൽ എക്സ്പെക്റ്റ് ചെയ്യണം. നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് 16,400-450 റീജിയനാണ് നെക്സ്റ്റ് ലെവൽ. അപ്പോൾ ഈ ഒരു നിലവിലത്തെ കണ്ടീഷനിൽ ഷോർട്ട് ടൈം വ്യൂവിൽ നമുക്കൊരു മന്ത്ലിയിലും വീക്കിലിയിലും ഒരു പോസിറ്റീവ്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം പോസിറ്റീവ്നെസ് നെക്സ്റ്റ് വീക്കിലെ ക്ലോസിങ്ങിലേക്ക് എത്തുമ്പോഴത്തേനും അത് ബിയറിഷ്നെസ്സിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ വ്യൂ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലത്തെ കണ്ടീഷനിൽ നമുക്കൊരു പോസിറ്റീവ്നെസ് ആണ് കൂടുതലായിട്ടും മന്ത്ലിയിലും വീക്കിലിയിലും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായെന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ബാക്കിയുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. അപ്പോൾ ഇതെൻ്റെ അനാലിസിസ് ആണ്. നിങ്ങളും ഇതുപോലെ തന്നെ ചാർട്ടിൽ സപ്പോർട്ട്, റെസിസ്റ്റൻസ്, ട്രെൻഡ് ലൈന് ഇതൊക്കെ വരച്ച് ഡ്രോ ചെയ്ത് പഠിക്കുക. എങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോ സ്റ്റോക്ക് കാണുമ്പോഴത്തേനും അതിൻ്റെ അകത്ത് എൻട്രി എടുക്കണോ വേണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല ഡിസിഷൻസ് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ മാർക്കറ്റിൽ കൂടുതലായിട്ടും ബിഗിനേഴ്സ് ആണെങ്കിൽ അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷോർട്ട് ടൈം ട്രേഡിങ്സ് ഒക്കെ ചെയ്യുക. ഇൻട്രാഡേ ട്രേഡിങ്ങിലേക്കൊക്കെ പ്രോപ്പറായിട്ട് പഠിച്ച് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് പ്രാക്ടിക്കൽ ആയിട്ട് നിങ്ങൾ ചെയ്ത് പഠിച്ചതിന് ശേഷം പേപ്പർ വർക്ക് ചെയ്തതിന് ശേഷം മാത്രം ഇൻട്രാ ട്രേഡിങ്ങിലേക്ക് വരിക. അല്ലെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് ലോസസ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ
ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.